നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ ISL സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപൂർവം ബ്രൈറ്റ് സ്പോട്ടുകളിലൊന്നാണ് കോറു സിംഗിൻ്റെ പ്രകടനം. കോറു സിംഗിനെ ഇതാ യൂറോപ്യൻ ക്ലബ്ബുകൾ കൊണ്ടുപോകുന്നു, അതിനുവേണ്ടി ട്രാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപക വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ട്രാക്കൊക്കെ ചെയ്യാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അപ്പോഴേക്കും ഇതാ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇത് വളരെ ചെറിയ ഫോളോവേഴ്സുള്ള ഒരു എക്സ് അക്കൗണ്ട് കൊടുത്ത വാർത്ത. അത് വാർത്തയാണോ റൂമറാണോ ഒന്നും ഒരു ധാരണയില്ല. കാരണം അത്രയേ ഉള്ളൂ അവരുടെ ഫോളോവേഴ്സും, അത്രയൊക്കെ ഉള്ളൂ അവരുടെയൊക്കെ വിശ്വാസ്യതയും. അപ്പോഴേക്കും നമ്മൾ കോറു സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് ഇത് കൈവിടുന്നു എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. ഇപ്പോൾ ആ വിഷയത്തിൽ മാർക്കസ് മെർഹുലാവോ അദ്ദേഹത്തിൻ്റെ പ്രതികരണം രേഖപ്പെടുത്തുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു വിദേശ ക്ലബ്ബും ഒരു ഏജൻറ്റും കോറു സിംഗിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്തിട്ടില്ല. അതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കേട്ടിട്ടില്ലെങ്കിൽ ഇതില്ല എന്നർത്ഥമൊന്നുമില്ല, അത് ശരിയാണ്. ബാക്കി ക്ലബ്ബുകൾ ട്രാക്കൊക്കെ ചെയ്യാം. അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ നടക്കുമ്പോൾ മാർക്കസ് മെർഹുലാവോയെ പോലുള്ള ഒരാളത് അറിയും എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഉറപ്പില്ല കോറു സിംഗിനെ ഏതെങ്കിലും ഫോറിൻ ക്ലബ്ബ് ട്രാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ക്ലബ്ബും മറ്റേതൊരു ഏജൻറ്റും കോറു സിംഗിൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്ന് മാർക്കസ് മെർഹുലാവോ പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തെ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് കൈവിടുന്ന സ്ഥിതിവിശേഷം ഇപ്പോഴില്ല. പിന്നെ ഇനിയിപ്പോൾ ജൂണിൽ ട്രാൻസ്ഫർ ജാലകമൊക്കെ തുറക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നിലവിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യമില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.